ഈ വെക്കേഷൻ വരുമ്പോ ഇപ്പൊ എനിക്കൊരു പുതിയ ഫോൺ മേടിച്ചാലെന്ന് പറഞ്ഞല്ലേ, ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് പോവാനായി. ഹോസ്റ്റലിൽ എനിക്ക് മാത്രമേ ഒരു നല്ല ഫോൺ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ കുട്ടികൾക്കും നല്ല ഫോണാ. ഇപ്പൊ എനിക്ക് ഫോൺ വാങ്ങി തരാനുള്ള പൈസ നിപ്പാന്റെ അടുത്ത് ഇല്ല. ഞാൻ ഹോസ്റ്റലിലും ഇവിടെ സ്കൂൾക്കും പോയാലേ ഇങ്ങൾക്കും ഇപ്പം കറങ്ങാൻ പോവാ, അതിനൊക്കെ നിങ്ങളടുത്ത് പൈസ ഉണ്ട്. ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങളടുത്ത് പൈസ ഇല്ല. ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും കറങ്ങാൻ പോകണ്ടെന്ന് എന്നോട് ആരെ പറഞ്ഞു? എന്റെ കൂട്ടുകാരൻ അനസ് പറഞ്ഞല്ലോ, അന്റെ അപ്പിയമ്മി ആഴ്ചയിൽ 2 ദിവസം കറങ്ങാൻ പോകണ്ടെന്ന്. ഇപ്പൊ ഞങ്ങൾ നാറങ്ങിപ്പോയോ? എന്താ നിങ്ങൾ ഉണ്ടാക്കണോ? വാപ്പാരാകുമ്പേ പറഞ്ഞ വാക്കിന് വരാണോ? ഇങ്ങോട്ട് വരട്ടെ, ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു വാപ്പാനെ കിട്ടാനും വേണം ഒരു ഭാഗ്യം, അത് എനിക്കില്ല. എന്താണ് ഇജ് വിചാരിച്ചും പോലെ നമ്മളെപ്പിമ്മി ആഴ്ചയിൽ 2 ദിവസം കറങ്ങാൻ പോണൊന്നും അല്ല. പിന്നെന്തിനാ പോണേ? നമ്മളപ്പാക്ക് സുഖല്ല, ആഴ്ചയിൽ 2 ദിവസം ഡയാലിസിസ് ചെയ്യാൻ ഹോസ്പിറ്റലിക്ക് പോവണല്ല. ഇജ് കരുതണ പോലല്ല. ഡയാലിസിസ് ചെയ്യാനും മരുന്ന് മേടിച്ചാനൊക്കെ കൊറേ പൈസ ആവും. അതുകൊണ്ടാണ് എനിക്കിപ്പ ഫോൺ മേടിച്ചരാത്തത്. ഇപ്പാന്റെ കാലുമത്തെ നീരൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇജിപ്പാനോട് ഇപ്പൊ മുണ്ടലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇജിപ്പ അതൊന്നും കാണാത്തത്. എന്നോട് താര പറഞ്ഞു? എന്നോട് ആരും പറഞ്ഞോന്നല്ല, ഇപ്പ ഇമ്മി വർത്താനം പറയണ ഞാൻ കേട്ടതാ. എന്നിട്ട് ഇപ്പൊ ഇമ്മ എന്താ നമ്മളോട് ഇതൊന്നും പറയാത്തത്? ഇപ്പൊ അമ്മാനോട് പറഞ്ഞതാണ് ഞമ്മളോടൊന്നും പറയണ്ടാന്ന്, ഞമ്മളത് കേട്ടാ വിഷമിക്കുന്ന്. ഇപ്പൊ നമ്മളെത്ര കഷ്ടപ്പെട്ടാ നോക്കണത്. വെയ്യെങ്കിലും എന്നും ഇപ്പൊ ജോലിക്കോ. ഇപ്പൊ അമ്മക്ക് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. ഇപ്പൊക്കെ ഒന്നും വാങ്ങിത്തരണ്ട, എന്റെ ഇപ്പൊ എന്നും ഉണ്ടായാ മതി. ഇപ്പ മോന് പറഞ്ഞ ഫോണ് ഇനി മുതലേ പനോട് മുണ്ടാതിരിക്കരുത് കേട്ടോ. ഇപ്പ